അറിയല്ലോ പ്രിയപ്പെട്ടവരെ, ഒരു നാട് മുഴുവനും കണ്ട നിങ്ങള് കരയല്ലോ. അത്രയും തന്റെ ഉമ്മാന്റെ മുഖം നിവൃത്തികേടുകൊണ്ട് ഗതികേടുകൊണ്ട് കാണിക്കേണ്ടി വരുന്നൊരു വേദനയാണ് ആ മക്കള് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അപേക്ഷിക്കുകയാണ്, സഹായിക്കാൻ നമുക്ക് മുഖം വേണമെന്നില്ല. ഈ നാട് പോരെ, ഈ നാട്ടുകാർ പോരെ, ഈ സാക്ഷികൾ പോരെ, ഈ 2 മക്കളുടെ പേരിലുള്ള അക്കൗണ്ടാണ് വെക്കുന്നത്. ഒരു പ്രയത്നം, ഒരു ശ്രമം ഞാൻ നടത്തുകയാണ്. ആ ഉമ്മയുടെ മുഖം കാണിക്കാത്ത ആദ്യ ഒരു ശ്രമം ഞാൻ പരാജയപ്പെട്ടു പോയാൽ, എനിക്കതിന് സാധിച്ചില്ലെങ്കിൽ കാണിക്കേണ്ടി വരും. ആദ്യം നിങ്ങൾ കാണുന്ന വീഡിയോയിൽ ആ ഉമ്മയുടെ മുഖം ഞാൻ ബ്ലർ ചെയ്യാൻ, വേറൊന്നുകൊണ്ടല്ല. ആ ഉമ്മ പറഞ്ഞത്, ഞാൻ ജീവിച്ചിട്ടുണ്ട് ഉസ്താദെ, ഇന്ന് വരെ ഇസ്സത്തോടെ ജീവിച്ചിട്ടുണ്ട് എൻ്റെ ഉമ്മ. ഇന്ന് എൻ്റെ ഉമ്മാനെ കാണിച്ചിട്ട് കൈനീട്ടെന്റെ ഗതികേട് തന്നതിൽ സങ്കടം പറഞ്ഞപ്പോ, നാട്ടുകാർ പറഞ്ഞപ്പോ, ആ മക്കള് പറഞ്ഞപ്പോ ഒരു ശ്രമം നടത്തുകയാണ്. നിങ്ങൾ സഹായിക്കൂ. അമ്മോ, അങ്ങനൊന്നും പറയല്ലേ, മരിപ്പിക്കാനൊന്നും പറയാൻ പാടില്ല. വേദന റബ്ബിന്റെ പരീക്ഷനാണ്. വേദനകളൊക്കെ അള്ളാഹു നമ്മളെ പരീക്ഷിക്കാണ് കേട്ടോ. ഒന്നും വിഷമിക്കല്ല, പടച്ച റബ്ബുണ്ട്. ആളുപോലും ഈ വീഡിയോ തട്ടി മാറ്റി പോകരുത് പ്രിയപ്പെട്ടവരെ. ആ ഉമ്മ പറഞ്ഞത് നിങ്ങൾ കേട്ടോ, മോനെ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യോ. എന്തിനാ അറിയോ ദുആ ചെയ്യാൻ പറഞ്ഞത്? മരിക്കാൻ വേണ്ടി ദുആ ചെയ്യോ. വേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാ ഈ ഉമ്മ ഈ പൊന്നുമക്കളുടെ ഉമ്മാനെ തിരിച്ചു നൽകുക പ്രിയപ്പെട്ടവരെ. ഇനി ചില ആളുകൾ കമന്റ് ആയിട്ട് വരും, യുവാക്കളല്ലേ, തടിയില്ലേ. 8 ലക്ഷം രൂപയോളം അവർ ചെലവഴിച്ചു. കൂലിപ്പണി എടുക്കുന്ന ആളുകളാ. ഇത്രയും 40 ലക്ഷം എന്ന ഭീമമായ സംഖ്യ ഇവരെങ്ങനെ കണ്ടെത്തും പ്രിയപ്പെട്ടവരെ? പെട്ടെന്നാവണം, എമർജൻസി ആണ്. അതുകൊണ്ടാ ഇന്ന് നാട്ടുകാരുടെ മുമ്പിൽ, സ്വന്തം നാടിന്റെ മുമ്പിൽ, സ്വന്തം കൂട്ടുകാരുടെ മുമ്പിൽ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. സ്വന്തം കൂട്ടുകാരുടെ മുമ്പിൽ ഒരു യുവാവ് തല കുനിച്ച് തല താത്തി നിൽക്കേണ്ട ഒരു അവസ്ഥ. നാളെ പണമായി കഴിഞ്ഞാൽ ആ ഉമ്മയുടെ ലിവർ നൽകാൻ ഈ മകന് തയ്യാറായി നിൽക്കാം. കൊടുക്കാനൊന്നുമില്ല ഈ മോന്റെ കയ്യില്, പണമില്ല ഈ മോന്റെ കയ്യില്. ഈ മോനാണ്, ഈ ചെറുപ്പക്കാരനായ ചുറുചുറുക്കുള്ള ഈ യുവാവാണ് തന്റെ ഉമ്മാക്ക് വേണ്ടി